വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മരണശേഷം പിതൃവായി കഴിഞ്ഞാൽ പിതൃപ്രീതി ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒരു വിശദീകരണമാണ് പറയാൻ പോകുന്നത്. സാധാരണ മരണമാണെങ്കിലും ആ ആത്മാവിന് 1 വർഷക്കാലം കൊണ്ട് പിതൃലോകം പോകുവാനാകൂ. അതുവരെ പ്രേതമായി കഴിയുന്ന വർഷാന്തത്തിലെ പിണ്ടത്തോടെ ശ്രാദ്ധകർമ്മം കഴിയുമ്പോൾ പ്രേതം എന്ന നാമം മാറി പരമഗതി പ്രാപിച്ച് പിതൃലോകത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അത് പ്രേതമല്ലാതായി തീരുകയും പിതൃവായി തീരുകയും ചെയ്യും. സപിണ്ഡീകരണ ക്രിയ നടത്താത്തിടത്തോളം കാലം പ്രേതശുദ്ധി ഉണ്ടാവുകയില്ല. അത് പ്രേതമായി തന്നെ നിലനിൽക്കും. ഭൂമിയിൽ മനുഷ്യന് മാതാപിതാക്കൾക്ക് തുല്യം മറ്റൊരാളുമില്ല. പിതാവ് നൽകുന്ന ശരീരം ഊട്ടി വളർത്തുന്നത് മാതാവാണ്. മാതാപിതാക്കൾ പ്രത്യക്ഷ ദൈവമാണ്. അവരെ ദൈവത്തെ പോലെ ബഹുമാനിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അവരെ പിതൃലോകത്തെത്തിക്കേണ്ട ഉത്തരവാദിത്തം പുത്രനാണ് ഉള്ളത്. പുത്രൻ അത് ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ ദോഷവുമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ സന്താനനാശം, രോഗം, ആപത്തുകൾ എന്നിവയുണ്ടാകാം. പാർവണം തുടങ്ങിയ ശ്രാദ്ധകർമ്മങ്ങൾ, ക്ഷേത്രപിണ്ഡം, തിലകഹവനം, യമരാജപൂജയും ഹോമവും നടത്തി പ്രേതത്തെ പ്രതിമയിൽ ആവാഹിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് പ്രേതബാധ ശാന്തിക്ക് ഉത്തമമാണ്.